വയനാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. നമ്മൾ പോകുന്ന വഴികളിലെല്ലാം പലയിടങ്ങളിലായി വെള്ളക്കെട്ടും മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. കനത്ത മഴയിലാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മണ്ണിടിച്ചിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വിവരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രദേശത്ത് നിൽക്കുന്നവരടക്കം സുരക്ഷിതമായി നിൽക്കേണ്ടതുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വലിയ ഒരു ദുരന്തമാണ് വയനാട്ടിൽ 2019 ശേഷം വീണ്ടും ഉണ്ടായി യാതൊരു സംശയവുമില്ല. അതിൽ സങ്കടകരമായ കാര്യം തോട്ടം തൊഴിലാളികളടങ്ങുന്ന നിസ്സഹായരായ ഒരു ജനത അതിനുള്ളിൽ പെട്ടുപോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 70ഓളം വീടുകൾ അതിനുള്ളിൽ പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. ആ വീടുകളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് പോലും അറിയാത്ത സാഹചര്യമാണ്. കാരണം ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ പലയിടങ്ങളിലായി വാടികളിലും അതും മറ്റും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യം. മോള് പറഞ്ഞ സാധനം നമുക്ക് കൊടുത്ത് വേഗം പോവാട്ടാ. കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് നമ്മൾ മിനിഞ്ഞാന്ന് രാത്രി നമ്മൾ ഷൂട്ട് ചെയ്താണ്. അവിടെ വാർത്ത അതോ മോളി ന്യൂസ് കണ്ടില്ലേ? മോളെ പോലെയുള്ള കുറെ കുഞ്ഞുങ്ങളും അമ്മമാരും അച്ഛന്മാരും ഒക്കെ യുവാവുമായിട്ട് അവരുടെ സ്കൂളിലുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ബിസ്ക്കറ്റും ഒക്കെയാണ് ആ പെട്ടിയില്. അവരുടെ വീടൊക്കെ പോയില്ലേ? നമ്മള് വേണ്ടേ അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊടുക്കാൻ? ഇതാണ് ആ പെട്ടിയിലുള്ളത് കേട്ടോ. എത്രത്തോളം വീടുകൾ തകർന്നു എന്നൊക്കെ അറിയേണ്ടതുണ്ട്. വില്ലേജ് റോഡ് ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട്. മണ്ണിനടിയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന അത്തരത്തിൽ ഗുരുതരമായ ഒരു സാഹചര്യം. മണ്ണും ചെടിയും വന്ന് അടിഞ്ഞിരിക്കുകയാണ് ഈ പാടികളിലൊക്കെ തന്നെയും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ചൂരൽമല അങ്ങാടിയുടെ ഒരു ഭാഗം ഒലിച്ചു പോയിട്ടുണ്ട്. അവിടെ ഇൻഡിപെൻഡൻസ് ഡേ ഇവിടുത്തെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. അവിടുത്തെ ഫ്രണ്ട്സിന് കൊടുക്കണേ.